ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡേയ്സ് ടു ഇൻവെൻട്രീസ് ആണ്. സോ നമ്മുടെ ഈ വീഡിയോയിൽ ICACA ഫൈനൽ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഇലിസ്ട്രേഷൻസ് ആണ് കവർ ചെയ്യുന്നത്. സോ എന്താണ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്? സോ ഇൻവെൻട്രീസിനകത്ത് മെയിനായിട്ട് വരുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഫിനിഷ് ഗുഡ്സ്, പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ദെൻ റോ മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു ഇൻഡേയ്സിന്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻവെന്ററി ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ദ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. സോ കോസ്റ്റ് എന്താണ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്താണ്, ഇത് രണ്ടും ആണ് മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡിൽ അറിയേണ്ടത്. സോ നമുക്ക് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാം. കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പർച്ചേസ്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആൻഡ് അതർ കോസ്റ്റ്, ഇത് മൂന്നുമാണ് വരുന്നത്. സോ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യണം, ഇമ്പോർട്ട് ഡ്യൂട്ടി, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ട്രേഡ് ഡിസ്കൗണ്ട്സ്. ആൻഡ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡയറക്റ്റ് ലേബർ ആൻഡ് ഓവർ ഹെഡ്സ്. സോ കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു റോ മെറ്റീരിയൽ ഫിനിഷ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. സോ അത് ലേബർ ആകാം അല്ലെങ്കിൽ ഓവർ ഹെഡ് കോസ്റ്റ് ആകാം. സോ അഗെയിൻ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആകാം അല്ലെങ്കിൽ വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആകാം. ഫിക്സഡ് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെങ്കിലും ആ ഓവർ ഹെഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയം വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വേരീസ് വിത്ത് ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അഗെയിൻ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ അലോക്കേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പിന്നീട് കാണാം. പിന്നെ വരുന്നത് അതർ കോസ്റ്റ് ആണ്. അതർ കോസ്റ്റിനകത്ത് വരുന്നത് കോസ്റ്റ് ഇൻകേർഡ് ടു ബ്രിങ് ദി ഇൻവെൻട്രീസ് ടു ദർ പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ. ദെൻ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡേയ്സ് 23-ലാണ് കവർ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസിൽ വരുന്നത്. പിന്നെ വരുന്നത് NRV ഓഫ് ഇൻവെൻട്രീസ്. NRV എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദ സെയിൽ, അതായത് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് കോസ്റ്റ്. സോ ഇത് യൂസ് ചെയ്ത് നമുക്ക് NRV കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ഇലസ്ട്രേഷനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഇലസ്ട്രേഷനിൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസിനകത്ത് പാക്കിംഗ് മെറ്റീരിയൽ ആൻഡ് പബ്ലിസിറ്റി മെറ്റീരിയൽ വരുമോ എന്നതാണ്. സോ നമുക്കൊരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വാട്ടർ ആണ് കരുതാം. സോ വാട്ടറിൽ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ എന്താ, വാട്ടർ ബോട്ടിൽസ്. സോ വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത് ഇവിടെ പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ ആണ്. പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ബ്രിങ് ആൻ ഐറ്റം ഓഫ് ഇൻവെന്ററി ടു ഇറ്റ് സെയിലബിൾ കണ്ടീഷൻ അല്ലേ. സോ ഇത് സെയിൽ നടക്കണമെങ്കിൽ വി നീഡ് ബോട്ടിൽസ്, റൈറ്റ്. പക്ഷെ അതേസമയം സെക്കൻഡറി പാക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇത് ഈ ഇത്രയും കുറേ വാട്ടർ ബോട്ടിൽസ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ. സോ അത് സെക്കൻഡറി പാക്കിംഗ് മെറ്റീരിയൽ ആണ്. സോ ആദ്യത്തെ കേസ് പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററിൻ്റെ ഒപ്പം ആഡ് ചെയ്യും, അതേസമയം സെക്കൻഡറി പാക്കിംഗ് മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്യില്ല. സോ നെക്സ്റ്റ് നമുക്ക് ഈ ചാർട്ടിനകത്ത് കോസ്റ്റ് ഓഫ് പർച്ചേസിനകത്ത് എന്തൊക്കെ വരും, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ഒക്കെ തന്നെയാണ്. ലൈക്ക് പർച്ചേസ് പ്രൈസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ് ചാർജസ്, other cost to bring inventory to present location and condition, less trade discount, rebates and other similar items. So trade discounts നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം കോസ്റ്റ് ഓഫ് പർച്ചേസിൽ നിന്ന്. ഓക്കെ, സോ നമ്മുടെ ഇലസ്ട്രേഷൻ 2 നോക്കാം. ABC Limited buys goods from an overseas supplier. It has recently taken delivery of 1,000 units of component X. The quoted price of component X was 1,200 per unit, but ABC Limited has negotiated a trade discount of 5% due to the size of the order. So നമ്മൾ ആക്ച്വലി 1,000 യൂണിറ്റ്സ് ആണ് മേടിക്കുന്നത്. എത്ര രൂപക്കാണ് മേടിക്കുന്നത്, 1,200 പെർ യൂണിറ്റ് ലെസ് ട്രേഡ് ഡിസ്കൗണ്ട്. സോ 1,200-ന് നമ്മൾ 5% കുറച്ച് കഴിഞ്ഞാൽ 1,140 റുപ്പീസ് ആണ് നമ്മുടെ ആക്ച്വൽ പർച്ചേസ് പ്രൈസ്. സോ
ഇതെന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് അപ്പോൾ വരിക? 11,40,000 ആണ് നമ്മുടെ purchase cost. Then എന്താണ് പറയുന്നത് നോക്കാം. The supplier offers an early settlement discount of 2% for payment within 30 days and ABC Limited intends to achieve this. So ഒരു ക്യാഷ് ഡിസ്കൗണ്ട് ഓഫ് 2% കൊടുക്കുന്നുണ്ട്. സോ അത് നമ്മൾ ഡിഡക്ട് ചെയ്യണോ വേണ്ടോ എന്നാണ് ചോദ്യം. സോ ഒന്ന് പറയാനുള്ളത്, ഇവിടെ ഇവര് ഇന്റൻഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ABC Limited intends to achieve this. പക്ഷെ ഈ ഒരു ഫാക്ട് നമുക്ക് ഇറലവന്റ് ആണ്. ബേസിക്കലി നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് മാത്രം കുറച്ചാൽ മതി, ക്യാഷ് ഡിസ്കൗണ്ട് ഇവിടെ കുറയ്ക്കേണ്ട. ഓക്കെ, സോ ഈ ഒരു പോർഷൻ നമുക്ക് ഇറലവന്റ് ആണ്. ദെൻ കംസ് import duties, basic custom duties of 60 per unit. So import duties നമ്മൾ ആഡ് ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ 1000 into 60,000 നമ്മൾ ആഡ് ചെയ്യണം. പിന്നെന്താണ് പറയുന്നത്, must be paid before the goods are released through custom. Once the goods are released through customs, ABC Limited must pay a delivery cost of 5,000 to have the components taken to its warehouse. സോ ഈ ഒരു ഡെലിവറി കോസ്റ്റ്, അതായത് നമ്മൾ വെയർഹൗസിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കോസ്റ്റ് ആണ്. സോ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ ചാർട്ടിലെ 4th പോയിന്റ് നോക്കിയാൽ മനസ്സിലാവും. അതർ കോസ്റ്റ് ബ്രിങ് ഇൻവെന്ററി ടു പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാനുള്ള കോസ്റ്റും അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ ആഡ് ചെയ്യണം നമുക്ക് മനസ്സിലായി. സോ പ്ലസ് 5,000 കൂടെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി 12,05,000 ആണ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. സോ ഇതാണ് സൊല്യൂഷനിൽ പറയുന്നത്. പർച്ചേസ് പ്രൈസ് അവരെ ട്രേഡ് ഡിസ്കൗണ്ട് ഡിഡക്ട് ചെയ്തു, പിന്നെ വരുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, ഡെലിവറി കോസ്റ്റ്, പിന്നെ സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് ഇവിടെ പറയുന്നുണ്ട് ദ ഇന്റൻഷൻ ടു ടേക്ക് ദി ഡിസ്കൗണ്ട് ഈസ് ഇറലവന്റ് എന്നത്. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. സോ ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്, നമ്മുടെ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ Pluto has a plant with a normal capacity to produce 5 lakh unit of a product per annum and the expected fixed overhead is 15 lakh. Fixed overheads on the basis of normal capacity is 3 per unit. So expected fixed overhead എന്ന് പറയുന്നത് 15 lakhs ആണ്. And normal capacity എത്രയാണ്? 5 lakh. So normal capacity, fixed overhead on basis of normal capacity എന്ന് പറയുന്നത് 15 lakh divided by 5 lakh ആണ്, അതായത് 3 per unit. ഓക്കെ, സോ സിറ്റുവേഷൻ 3 സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ യൂഷ്വലി നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 lakh ആണ്. ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് 5 lakh തന്നെയാണെങ്കിൽ, അതായത് ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു നോർമൽ കപ്പാസിറ്റി. ഇങ്ങനത്തെ കേസിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമൽ കപ്പാസിറ്റിന്റെ ബേസിസിൽ തന്നെയാണ്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ കപ്പാസിറ്റി ബേസിസ് എന്ന് പറയുന്നത് 3 per യൂണിറ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഓവർഹെഡിൽ എന്തോരം ചാർജ് ചെയ്യണം, അതായത് 5 lakh into 3, 15 lakh ആണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം, അതായത് ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ കേസിൽ 3,75,000 ആണ്. അതായത് EP എന്ന് പറയുന്നത്, അതായത് ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നോർമൽ കപ്പാസിറ്റിനേക്കാളും കുറവാണ് അല്ലേ. സോ ആ ഒരു അപ്പൊ അവിടെ ഒരു ലോസ് അല്ലേ പറഞ്ഞേക്കുന്നത്. ആ ലോസ് നമ്മൾ P&L വിടണം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സിനെ നമ്മൾ നോർമൽ കപ്പാസിറ്റീൻ്റെ ബേസിസിൽ തന്നെ കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിലേക്ക് വിടണം. അതായത് 3,75,000 into 3, 11,25,000 ആണ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിലേക്ക് ചാർജ് ചെയ്യുക.
അതേസമയം ബാക്കിയുള്ള എമൗണ്ട്, അതായത് 15 lakh ആണ് നമുക്ക് വന്നിരിക്കുന്ന ഓവർഹെഡ് എന്ന് പറയുന്നത്. 15 lakh മൈനസ് 11,25,000 എന്ന് പറയുന്നത് 3,75,000 വരുന്നത്, ബാക്കി വരുന്നത് P&Lലേക്കാണ് വിടേണ്ടത്. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ആക്ച്വൽ പ്രൊഡക്ഷൻ ഇസ് 3,75,000 units. Fixed overhead is not going to change with a change in output and will remain constant at 15 lakhs. So ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് 3,75,000 ആയിന്ന് വെച്ച് നമ്മുടെ ഫിക്സഡ് ഓവർഹെഡിൽ ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ട് ഫിക്സഡ് ഓവർഹെഡ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ഓവർഹെഡ് ഓൺ ആക്ച്വൽ ബേസിസ് എന്ന് പറയുന്നത് 4 per unit ആണ്. ആക്ച്വൽ ബേസിസിൽ നോക്കുമ്പോൾ 4 per unit ആണ് ഓവർഹെഡ്സ്. ബട്ട് നോർമൽ ബേസിസിൽ നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് 3 ആണ്. സോ ബാക്കി 1 എന്ന് പറയുന്നത് ലോസ് ആണ്. ഓക്കെ, സോ 3 നമുക്ക് കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററിയിൽ കാണിക്കാം, ആൻഡ് 1 എന്ന് പറയുന്നത് നമുക്ക് P&L എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ഇനി കേസ് 3 എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വരുന്നത് 7,50,000 ആണ്. അതായത് നോർമൽ കപ്പാസിറ്റിനേക്കാളും കൂടുതലാണ്. സോ നമ്മൾ നേരത്തെ 2 കേസസിലും കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററിയിലേക്ക് നമ്മൾ നോർമൽ കപ്പാസിറ്റി ബേസിസിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. പക്ഷേ ഇവിടെ അതുപോലെ ചെയ്യുവാണെങ്കിൽ 7,50,000 ഇൻറ്റു 3 എടുത്ത് കഴിഞ്ഞാൽ 22,50,000 ആകും. ബട്ട് ആക്ച്വലി നമുക്ക് ഇൻകർ ചെയ്തേക്കുന്ന ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 15 lakh ആണ്. അപ്പോൾ അത് തെറ്റാണ്. സോ ഇൻ ദിസ് കേസ് നമ്മൾ ആക്ച്വൽ ബേസിസിൽ വേണം നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അതായത് 7 lakh എത്രയാണ് ആക്ച്വൽ ബേസിസ് എന്ന് പറയുന്നത്? ഇവിടെ 15 lakh ഡിവൈഡഡ് ബൈ 7,50,000 എന്ന് പറയുന്നത് 2 per unit ആണ്. സോ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററിയിൽ നമ്മൾ 7,50,000 ഇൻറ്റു 2, അതായത് 15 lakh ആണ് കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററിയിൽ കാണിക്കാം. സോ ഇതാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ചാർട്ടിൽ ഉണ്ടായിരുന്നതും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതൊന്ന് റെഫർ ചെയ്യാം. ഈ സെയിം കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈക്വൽ ആണ് ആക്ച്വൽ പ്രൊഡക്ഷൻ യൂണിറ്റ് നോർമൽ കപ്പാസിറ്റിയിൽ ഈക്വൽ ആണ് അല്ലെങ്കിൽ ലെസ് ആണെങ്കിലും നമ്മൾ നോർമൽ ബേസിസിൽ തന്നെയാണ് കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററിയിലേക്ക് ചാർജ് ചെയ്യുക. അതേസമയം AP is greater than NC ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ആക്ച്വൽ ബേസിസിൽ ചാർജ് ചെയ്യാം.